ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 3 റോസസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞങ്ങളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയൊരു ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറയാം. ഞങ്ങളുടെ വർക്ക് ഏരിയ ആണത്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് മേജർ പണികളും മകൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഞാനിങ്ങനെ ക്യാരിയിങ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും എനിക്ക് 35 വീക്സ് ആയി. അപ്പോൾ എനിക്ക് അവിടെ ചാരി നിന്നൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കുനിഞ്ഞ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കുറച്ച് പെയിനൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം പല കുപ്പികളും ബോട്ടിൽസ് സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഈ വർക്ക് ഏരിയ ഗ്രില്ലിട്ടത് കൊണ്ട് തന്നെ പൊടിയുടെ ശല്യം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബോട്ടിൽസിലൊക്കെ നമുക്കിങ്ങനെ ഒരു ഡാർക്ക് കളറ് പോലെ പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബോട്ടിൽസ് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. തുടച്ചൊക്കെ വെക്കും ഞാനത് സ്ക്രബ്ബർ വെച്ചിട്ട്. അപ്പോൾ മോള് അവിടെ പേപ്പറൊക്കെ വെച്ചിരുന്നിടത്തൊക്കെ അഴുക്ക് കൂടുതലുള്ളിടത്ത് അവൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വിടാണ്. ഷെൽഫിലൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷെൽഫൊക്കെ അവൾ തുടച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ആൾ തിരിഞ്ഞ് നോക്കി എന്നോട് ഓരോന്നും വർത്താനമൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ആൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളൊന്ന് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. കാരണം ഈ ജോലി ചെയ്യുന്നത് അത്ര സുഖമുള്ള ജോലിയല്ലല്ലോ. കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള വർക്കാണത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പും പിന്നെ ഇപ്പം മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് പൊടിയുടെ ശല്യം കുറയുമല്ലോ. നമ്മളിപ്പം നന്നായിട്ട് വൃത്തിയാക്കിയാൽ നമുക്ക് കുറച്ച് നാളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ കണ്ടോ, ഇത് ട്രേയിൽ വെച്ചിരിക്കുകയാണ് അത്യാവശ്യപ്പെട്ട കയ്യിലുകളും കത്തികളൊക്കെ. അപ്പോൾ ആ ഷെൽഫൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം പുറത്തേക്ക് എടുത്തു. കുറേ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് ആ ട്രേകളൊക്കെ അതിനകത്ത് കപ്പൊക്കെ ആയിരുന്നു ആ ട്രേയിലൊക്കെ ഉള്ളത്, കപ്പും കയ്യിലൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാം കൂടി അങ്ങോട്ട് കുമ്പിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനെല്ലാം തോണ്ടി ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എത്തിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് നമ്മൾ ഫെറോ സിമെൻറ്റ് സ്ലാബ് വെച്ചിട്ടാണ് നമ്മൾ ഈ കബോർഡ്സൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല കോസ്റ്റ് എഫക്റ്റീവാണ്. എനിക്ക് ഇതുവരെ ഏകദേശം ഒരു 2 years ആയി ഞാനിത് പണിതിട്ട്. പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ ഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്തത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്യുവാണ് ചെയ്തത്. ഇവിടെ ഇരുന്ന ബാലൻസ് പെയിൻറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ ആ പണി കഴിഞ്ഞപ്പോൾ പെയിൻറ്റ് ചെയ്തതാണ്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ നല്ല അഴുക്കുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇട്ടേക്കാണ്. ഇതിപ്പോൾ ഒരു ട്രേയിൽ ഗ്ലാസ് കപ്പൊക്കെ വെച്ചിരുന്നതാണ്. അതൊക്കെ ഇനി എടുത്ത് മാറ്റിയിട്ട് ഈ ട്രേ ഒക്കെ നന്നായിട്ട് കഴുകണം. മോളിപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ഈ ബോട്ടിൽസും കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് കഴുകാൻ പറ്റത്തില്ല. നമുക്ക് നമുക്ക് അവിടെ മുട്ടും. അപ്പോൾ പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടും ഒക്കെ നിന്ന് ഞാൻ ഒരുവിധം പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് എനിക്ക് അധികം ദിവസങ്ങളില്ല ഇനി ഹോസ്പിറ്റലിൽ. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചെക്കപ്പ് ഉണ്ട്, ലാസ്റ്റ് സ്കാനിങ്ങും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ സ്കൂളൊക്കെ ഓപ്പൺ ആവണേക്ക് മുന്നേ തന്നെ ഇതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചാൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മോള് നന്നായി സഹായിക്കുന്നുണ്ട്. അവളും കൂടി നന്നായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് വേഗം ചെയ്യാൻ പറ്റുന്നത്. ഈ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫുഡൊക്കെ നമ്മൾ എന്തായാലും വീഴും. അപ്പോൾ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കറയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള പാത്രത്തിലാണെങ്കിലും ഈവൻ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയാണെങ്കിൽ പോലും ഒരു കറയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കറ നമുക്ക് ഇതിനകത്തും ഈ ഗ്യാസ് സ്റ്റൗവിലും കാണാൻ പറ്റും. ഞാൻ സൺഫ്ലവറും പിന്നെ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഞാൻ ഗോൾഡ് വിന്നറൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ കോക്കനട്ട് ഓയിൽ ഞാൻ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ മേടിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴെയുള്ള പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷൻ വൈസായിട്ടാണ് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. കാരണം ഞങ്ങളിത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കിത് വീഡിയോ പിടിക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. കുറച്ച് മാത്രമായിട്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ്. ഇപ്പം മുകളിലത്തെ ഷെൽഫൊക്കെ ഞങ്ങൾ കഴുകി തുടച്ച് പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും തുടച്ച് അതൊക്കെ എടുത്ത് ട്രേയിലേക്ക് ആക്കി വീണ്ടും എടുത്ത് ഞങ്ങളെടുത്ത് മുകളിലേക്ക് വെച്ചായിരുന്നു.
ആ നേരത്തെ കപ്പും കത്തിയും സ്പൂണൊക്കെ വെച്ചിരുന്ന ട്രേ ഉണ്ടല്ലോ, അതിപ്പോൾ ഞങ്ങൾ 3 ട്രേ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഇപ്പോൾ അടിയിലുള്ള കബോർഡ്സാണ് ഞങ്ങൾ കൂടുതലിപ്പോൾ വൃത്തിയാക്കുന്നത്. പിന്നെ ഗ്യാസിൻ്റെ സിലിണ്ടർ ഇരിക്കുന്നതിൻ്റെ ഭാഗം, പിന്നെ നമ്മൾ വാഷ് ബേസിൻ കഴുകുന്നതിൻ്റെ സിങ്കിൻ്റെ അവിടെയുള്ള ഭാഗം, അതൊക്കെയാണ്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ ഒരുവിധം ആയി. അതായത് ആ അടിഭാഗമൊക്കെ ഞങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ അത്യാവശ്യം വൃത്തിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇപ്പോൾ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു, മൺചട്ടികളും എല്ലാം. പിന്നെ കണ്ടെയ്നർ ബോക്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു രൂപമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫ്രിഡ്ജ് ഞങ്ങൾ പഴയ ഫ്രിഡ്ജാണ്, അത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അതിന് പുറത്തേക്ക് ഇറക്കണം. ഏകദേശം ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ആ വീഡിയോ ഒട്ടും ക്ലിയർ അല്ലാത്തത് കേട്ടോ. എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തു.